കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ട്രിപ്പ് പോകുന്നതിൻ്റെ പാക്കിംഗ് വീഡിയോ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും സ്ഥലം അറിയാമായിരിക്കും. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഷോർട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു സ്ഥലത്തിൻ്റെ. എനിക്ക് ഓർമ്മയില്ല. എനിവേസ് ഞങ്ങൾ പോയത് സിക്കിമിലേക്കായിരുന്നു. സിക്കിം അറിയാലോ, ഇതൊരു നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആണ്, ഇന്ത്യയുടെ ഒരു ചെറിയ സ്റ്റേറ്റ് ആണ്. അപ്പം നമ്മളൊരു 5 days ആയിരുന്നു, അല്ല 6 days-ഉം 5 nights-ഉം ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. April 9th മുതൽ 14th വരെയാണ് പോയത്. അപ്പോൾ അതിൻ്റെ ട്രാവൽ ഡീറ്റെയിൽസ്, അതായത് ഞങ്ങൾക്ക് ഇവിടെ ഉടുപ്പിയിൽ നിന്ന് ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് നമ്മൾക്ക് ഫ്ലൈറ്റ് എടുക്കേണ്ടത്, അവിടെ നിന്ന് എങ്ങനെ നമ്മൾക്ക് സിക്കിമിലേക്ക് എത്താമെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അധികം താമസിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ പാക്കിങ്ങും എല്ലാം കഴിഞ്ഞു, ഇതാ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇപ്പം നമുക്ക് 8 മണിക്കാണ് ബാംഗ്ലൂരിലേക്ക് ബസ് ഉള്ളത്. ഇപ്പോൾ ഓൾറെഡി 7:30 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇതാ ഇത്രയും ബാഗ്സാണ് നമുക്ക് കൊണ്ടുവരാനുള്ളത്. ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റ് ആയെങ്കിലും ഞങ്ങളുടെ ഓട്ടോ ഓടിച്ചിരുന്ന ചേട്ടൻ ഒട്ടും ലേറ്റ് ആക്കാണ്ട് ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചു. ഞങ്ങൾ സ്റ്റാൻഡിലെത്തി ഒരു 2 minute കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് എത്തി. അങ്ങനെ ബസ് വന്നു, ഞങ്ങൾ ബസ്സിൽ കയറി. ഒരു സെമി സ്ലീപ്പർ ബസ്സായിരുന്നു കേട്ടോ. ഇത് കറക്റ്റ് ഉടുപ്പിയിൽ നിന്നും നേരെ നമുക്ക് ബാംഗ്ലൂർ എയർപോർട്ടിന് ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റുന്ന ബസ്സായിരുന്നു. ഡിന്നറൊക്കെ കഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ ബസ്സിൽ കയറിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് കയറി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ലായിരുന്നു. നേരെ കയറി കിടന്നുറങ്ങി. സമയം വെളുപ്പിന് 3:30 ആവാറായപ്പം ബസ്സിൻ്റെ ബാക്കിൽ നിന്നൊരു ശബ്ദം കേട്ട് എല്ലാവരും ഉണർന്നു. ആ ബസ്സിലെ ചേട്ടൻ ഇറങ്ങിപ്പോയി ചെക്കൊക്കെ ചെയ്തു. നമ്മൾ ഒരു നിമിഷത്തേക്കൊന്ന് ടെൻഷൻ അടിച്ചായിരുന്നു. ബസ് ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോവുമോ, നമുക്ക് ഫ്ലൈറ്റ് മിസ്സാവുമോ എന്നൊക്കെ ഒരു ടെൻഷനായിരുന്നു. പക്ഷെ പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. 6 മണിക്കാണ് നമ്മൾ എയർപോർട്ടിൽ എത്തും എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ 5:30 ആയപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. ഞങ്ങൾക്ക് ആക്ച്വലി ഫ്ലൈറ്റ് 9:10-നായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെ എയർപോർട്ടിലെത്തി. ടെർമിനൽ 1-ൽ നിന്നായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. അങ്ങനെ ലഗേജസ് ഒക്കെ ചെക്ക് ഇൻ ചെയ്ത് വിട്ടതിന് ശേഷം നമ്മൾ നേരെ ലോഞ്ചിലേക്ക് പോയി. ഇത് ടെർമിനൽ 1-ലെ പ്രീമിയം ലോഞ്ചാണ് കേട്ടോ. ഞാൻ വണ്ടർസ്റ്റക്കായി പോയി. കയറിയപ്പോൾ തന്നെ അടിപൊളി ലോഞ്ച്. കയറി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കൺഫ്യൂഷനായിരുന്നു, എവിടെ ബാഗ് വെക്കണം, എവിടെ ഇരിക്കണം, അതുപോലെ ഫുഡ് ഇപ്പോൾ കഴിക്കണോ അതോ കുറച്ച് കഴിഞ്ഞ് കഴിച്ചാൽ മതിയോ, അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷനായിപ്പോയി നമുക്ക്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാഗൊക്കെ ചെക്ക് ഇൻ ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞ് നമ്മളിപ്പോൾ ലോഞ്ചിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ പ്രീമിയം ലോഞ്ചാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം, ഒന്ന് റെഡി ആവാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്, റെഡി ആകാനുള്ള സാധനങ്ങളൊക്കെ ചെക്ക് ഇൻ ചെയ്ത് വിട്ടു. അപ്പോൾ നമുക്കിനി റെഡി ആവാൻ ഡ്രസ്സ് മാത്രമുണ്ട് കയ്യിൽ. ഇതാ ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാണ്. പക്ഷെ കഷ്ടമായിപ്പോയി, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു ലിപ് ബാം പോലും എടുത്തില്ല. കുഴപ്പമില്ല. അപ്പം ഇനി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അധികം സമയമൊന്നുമായിട്ടില്ല, 6:30 ആയിട്ടുള്ളൂ. നമുക്ക് ബോർഡിങ് ടൈം 8:10-ആണ്. അത് വേറെ സമയമുണ്ട്. അപ്പം നമുക്ക് 3 hours ലോഞ്ചിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അതിനിടയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. എനിക്ക് ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും വേഗം വിശക്കും. അപ്പം ഞാൻ മിക്കവാറും ഇപ്പോൾ തന്നെ എന്തെങ്കിലും ലേറ്റായിട്ട് പോയി കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് അത്യാവശ്യം നല്ല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ദോശയൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് പൊതുവേ അങ്ങനെ ഓപ്ഷൻസ് അധികം കിട്ടാറില്ല, എസ്പെഷ്യലി ഡൊമസ്റ്റിക് ലോഞ്ചസിൽ. പക്ഷേ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ല സ്ട്രോബെറി ബനാന ഷേക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബോർഡിങ് ആവാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അവിടെ ചുമ്മാ വെറുതെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, ലോഞ്ചൊക്കെ നടന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പാക്കിംഗ് വീഡിയോ അത് എഡിറ്റ് ചെയ്തത് ആ ലോഞ്ചിലിരുന്നായിരുന്നു. എന്നിട്ട് അവിടെ ഇരുന്നായിരുന്നു അപ്ലോഡ് ചെയ്തത്.
8:10 ഞങ്ങളുടെ ബോർഡിംഗ് ടൈം. അതുകൊണ്ട് 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി. ഞങ്ങളുടെ ഗേറ്റ് നമ്പർ 25 ആയിരുന്നു. Of ditching or receiving through authorization. Inflating or tampering with light belts under normal circumstances is strictly prohibited and a punishable act. Thank you. മിഡിൽ സീറ്റാണ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പൊതുവേ വിൻഡോ സീറ്റിലാണ് ട്രാവൽ ചെയ്യാറ്. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിട്ടായിരിക്കും പോവാറ്. പക്ഷേ ഇപ്രാവശ്യം എനിക്കത് പറ്റാത്തതുകൊണ്ട് ട്രാവലിംഗ് ടൈം എനിക്ക് ഇച്ചിരി മൂഡ് ഓഫ് ആയിരുന്നു. എനിവേയ്സ് 12:15 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ബാഗ്ഡോഗ്ര എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ ലഗേജസ് ഒക്കെ ക്ലെയിം ചെയ്തതിന് ശേഷം എയർപോർട്ടിന് പുറത്തേക്ക് വന്നു. ഞങ്ങൾ എയർപോർട്ട് ടാക്സി നേരത്തെ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ ചേട്ടൻ്റെ നമ്പർ കിട്ടിയത് ഞങ്ങളുടെ ഹോം സ്റ്റേയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഗാങ്ടോക്കിലേക്ക് പോകുന്ന വഴിയിൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നമുക്ക് വണ്ടി നിർത്തി തന്നു ഈ ഡ്രൈവർ ചേട്ടൻ. ഇതെന്തോ ട്രൈ ചെയ്യുന്ന സാധനം ഞാൻ എവിടുന്നോ കേട്ടിട്ടുണ്ട്. ഇത് ഇവിടുത്തെ സിക്കിമിലെ വീഡിയോസിൽ ഞാൻ കണ്ടാന്ന് തോന്നുന്നു. സെയിൽ റൊട്ടി. അതെ അതെ അതെ. ഇപ്പൊ ട്രൈ ചെയ്യാന്നോ? ഞങ്ങൾ അവസാനം ഒരു സെയിൽ റൊട്ടി വിത്ത് ആലു ദമും അതേപോലെ ഒരു ലോക്കൽ താലിയുമായിരുന്നു ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും. ഈ സെയിൽ റൊട്ടി എന്ന് പറയുന്ന സാധനം ഇതാണ്. കാഴ്ചയിൽ നമ്മുടെ മുറുക്കൊക്കെ പോലെ ഇരിക്കും. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മളുടെ ഗാങ്ടോക്കിലേക്കുള്ള യാത്ര തുടർന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഗാങ്ടോക്കിലെത്തി. ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ ജേണിയാണ്. നമ്മൾ ഉടുപ്പിയിൽ നിന്ന് ബാംഗ്ലൂർ ഇന്ന് രാവിലെ എത്തി. ബാംഗ്ലൂരിൽ നിന്ന് ബാഗ്ഡോഗ്രയ്ക്ക് ഫ്ലൈറ്റ് പിടിച്ച് ബാഗ്ഡോഗ്ര ഇന്ന് ഉച്ചയായപ്പോൾ എത്തി. ബാഗ്ഡോഗ്രയിൽ നിന്ന് ഗാങ്ടോക്കിലേക്ക് എത്തി. ഈ ബാഗ്ഡോഗ്ര എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ഗാങ്ടോക്ക് അറിയാലോ, ക്യാപിറ്റൽ സിറ്റി ഓഫ് സിക്കിം, വേറെ സ്റ്റേറ്റ് ആണ്. അപ്പം അവിടുന്ന് അതാണ് ഏറ്റവും അടുത്തുള്ള എയർപോർട്ട്. ആക്ച്വലി വേറൊരെണ്ണം ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. അത് പാക്യോങ് എന്ന് പറയും. പക്ഷേ അങ്ങോട്ടേക്ക് ഫ്ലൈറ്റ്സ് ഒക്കെ ലിമിറ്റഡ് ആയതുകൊണ്ട് ബാഗ്ഡോഗ്രയിൽ ഇറങ്ങിയിട്ട് വേണം സിക്കിമിലേക്ക് വരാൻ. അപ്പോൾ നമ്മൾ ബാഗ്ഡോഗ്രയിൽ ഇറങ്ങി. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഗാങ്ടോക്കിലേക്ക് ഏകദേശം ഒരു 5 hours ജേർണി ഉണ്ട്. എനിക്ക് തോന്നുന്നു 120 kilometers ആണെന്ന് തോന്നുന്നു. ബാഗ്ഡോഗ്രയിൽ നിന്ന് ഗാങ്ടോക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എടുക്കാം. അതാണ് ഏറ്റവും ചീപ്പസ്റ്റ്, പക്ഷേ ഏറ്റവും ടൈം കൺസ്യൂമിങ് ആണ്. അതൊരു 7 to 8 hours മിനിമം എടുക്കുന്നത് നമ്മളിവിടെ കൊണ്ടുവന്നാക്കിയ ചേട്ടൻ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ഒരു ഒരുപാട് ടൈമുണ്ട് ഗാങ്ടോക്കിൽ സ്പെൻഡ് ചെയ്യാണെങ്കിൽ വേണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എടുക്കാം. പക്ഷേ നല്ല ടയറിങ് ആയിരിക്കും എന്ന് തോന്നി, ഇത്രയും ലഗേജസും ഒക്കെ ആയിട്ട് ബസ്സിന് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷെയർഡ് ടാക്സീസ് ഉണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും ഷെയർഡ് ടാക്സീസ് ഉണ്ട്. അപ്പം അതാണെങ്കിൽ ഒരു പെർ ഹെഡ് ഒരു 900,000 rupees ഒക്കെ ആവുന്നുള്ളൂ. പിന്നെ പക്ഷേ അതിനകത്തെന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ ഒരു 7 to 8 ആൾക്കാർ കാണും. അപ്പോൾ നമ്മളുടെ സീറ്റ് അവൈലബിലിറ്റി ചിലപ്പോൾ ഒരുമിച്ചായിരിക്കത്തില്ല. അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മളെടുത്തത്, അതായത് എക്സ്ക്ലൂസീവ് ടാക്സി, നമ്മൾ ഒരെണ്ണം എയർപോർട്ട് ടാക്സി എടുത്തു വരുമായിരുന്നു. ഒരു ഡീസൻറ്റ് വാഗണർ കാറായിരുന്നു, AC ഉള്ള വണ്ടിയായിരുന്നു. അത് നമുക്കായത് 4,000 rupees ആണ്, അതായത് 2,000 per head. അപ്പം നമുക്ക് ഇന്നലെ തുടങ്ങിയ ജേണിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം അപ്പോൾ ഇന്നലെ തുടങ്ങിയ ജേണി ആയതുകൊണ്ട് നമുക്കത് കുറച്ചും കൂടെ കംഫർട്ട്, ഒന്ന് റിലാക്സ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ട്രിപ്പിനെയും അത് അഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ എനിവേയ്സ് നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 5:30 ഒക്കെ ആയി കേട്ടോ. ഇപ്പം 6 മണിയായിട്ടേ ഉള്ളൂ, പക്ഷെ നല്ല ഇരുട്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ മഴയായിരുന്നു. നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. പക്ഷെ അറിയത്തില്ല ഈ മഴ, അതായത് അവർ പറഞ്ഞത് മുകളിലേക്ക് സ്നോഫോൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം നാളത്തെ നമ്മളുടെ പ്ലാനിനെ അത് ബാധിക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, അതിനെ അന്വേഷിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒന്നിരുന്ന് റിലാക്സ് ചെയ്ത്, നമ്മളൊരു ചായയൊക്കെ കുടിച്ചു, ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ മോൾ റോഡിലോട്ട്, അതായത് ഇവിടെ അതിനെ പറയുന്നത് MG മാർഗം എന്നാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. എന്നിട്ട് ഡിന്നറൊക്കെ അവിടുന്ന് കഴിച്ചിട്ട് തിരിച്ച് വന്ന് ഇന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ.
അപ്പം ഞാൻ നിങ്ങളെ മോൾ റോഡും കൂടെ കാണിച്ചു തരാം. പിന്നെ നാളെ നമുക്കൊരു ലോങ് ഡേ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അറിയത്തില്ല, ഇന്ന് ഈ തണ്ടർസ്റ്റോം ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം അതുകൊണ്ട് നാളെ അത് നമ്മളുടെ ട്രിപ്പിനെ ബാധിക്കുമോ എന്നറിയത്തില്ല. എനിവേസ് എന്തായാലും വന്നു, നമുക്ക് കാണാൻ പറ്റുന്ന പോലെയൊക്കെ കാണാം, എൻജോയ് ചെയ്യാം. അപ്പോൾ ഞാൻ പോട്ടെ, MG മാർഗിലേക്ക് പോവാം. അയ്യോ, ഈ ബ്രിഡ്ജ് കയറി അതുവഴി പോയാലോ MG മാർഗ് പോവാം. ആക്ച്വലി ഞങ്ങൾ താമസിച്ചിരുന്ന ഹോം സ്റ്റേയിൽ നിന്നും അറൗണ്ട് ഒരു 700 മീറ്റേഴ്സേ MG മാർഗിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മുഴുവൻ കയറ്റവുമായിരുന്നു. പിന്നെ നമ്മൾ ആ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം കൂടെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു MG മാർഗിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്. MG മാർഗിലെ കുറേ കഫേസൊക്കെ ഞാൻ നേരത്തെ ഓരോ വ്ളോഗൊക്കെ കണ്ടിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഷഫിൾ മോമോസ്. ഞാനൊരു ഒരു 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 മോമോസ് ലവർ ആയതുകൊണ്ട് എനിക്ക് മോമോസ് അവിടുത്തെ കഴിക്കണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഷഫിൾ മോമോസ് തപ്പിയാണ് നടന്നത്. അയ്യോ, പരീക്ഷണമാണല്ലോ. നടന്ന് കൊടുത്തു. ഷഫിൾ മോമോസ് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഇറ്റ് വാസ് വർത്ത് എ വിസിറ്റ്. കാരണം നോൺ വെജിനും വെജിനും സെപ്പറേറ്റ് മെനു കാർഡൊക്കെ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. എന്താ സംഭവം? നമ്മളോട് ഇതാ ഗ്രീൻ ബീൻസ് മോമോയും അതേപോലെ ഇത് ഇവിടുത്തെ ബെസ്റ്റ് സെല്ലിംഗ് ആണെന്ന് പറഞ്ഞ മിക്സഡ് വെജ് മോമോ ചില്ലി. ഇത് വെജിൻ്റെ മാത്രം മെനു ആട്ടോ, നോൺ വെജിന് വേറെ മെനു ആണ്. അപ്പോൾ ഇതും ഗ്രീൻ ബീൻസ് മോമോ സ്പൈസിയും മിക്സഡ് വെജ് മോമോ ചില്ലിയാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, അതായത് നമ്മൾ ഗ്രീൻ ബീൻസ് മോമോസ് മാറ്റിയിട്ട് ഇതാ ഈ സംഭവം ആക്കിയിട്ടുണ്ട്, ഗ്രീൻ ബീൻസ് പോട്ട് സ്റ്റിക്കേഴ്സ്. അതായത് ഇത് പാൻ ഫ്രൈഡ് ആണ്, ഓയിൽലെസ് ആണെന്ന് പറഞ്ഞു. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതും അപ്പോൾ നമ്മൾ ഷഫിൾ മോമോസിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ കുറേ വ്ലോഗിലൊക്കെ ഇങ്ങനെ അവർ സജസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ മോമോസ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുത്തെ മോമോസ് ട്രൈ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് MG മാർഗിൻ്റെ ഓൾമോസ്റ്റ് ഫുള്ള് കാണാൻ പറ്റും. അപ്പോൾ ഒരു കഫേ വിത്ത് വ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വ്യൂ ഞാൻ നേരത്തെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത മറ്റേ ഏതായിരുന്നു, വെജ് ചില്ലി മോമോസ് അല്ലേ, വെജ് ചില്ലി മോമോസ്. അപ്പോൾ നമ്മുടെ ചില്ലി മോമോസ് അടിപൊളിയാന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ എന്താണ് പോപ്പ് സ്റ്റിക്കേഴ്സ് അല്ലേ, പോട്ട് സ്റ്റിക്കേഴ്സ്, ഗ്രീൻ ബീൻസ് പോട്ട് സ്റ്റിക്കേഴ്സ് ട്രൈ ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു സൂപ്പും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പാൻ ഫ്രൈഡ് പോട്ട് സ്റ്റിക്കേഴ്സ്. നല്ലതാണോ? ഞങ്ങൾ ഇതുവരെ പോയിട്ടുള്ള മോൾ റോഡ്സിൽ ഏറ്റവും ബെസ്റ്റ് ഗാങ്ടോക്കിലെ മോൾ റോഡായിരുന്നു.
ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാർ ഇത് നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി എവിടെ നോക്കിയാലും നിറച്ച് ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ മോൾ റോഡ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മൾക്ക് നടക്കാനൊരു ഏരിയയും വണ്ടികൾക്ക് പോകാൻ വേറെ സ്പേസുമാണ്. അപ്പോൾ നമുക്കൊട്ടും അത് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയില്ല. Nimto. MG മാർഗിലെ മസ്റ്റ് ട്രൈ റെസ്റ്റോറൻ്റ് ആയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്ന ഒന്നാണ് നിംതോ. ഈ കാണുന്നതാണ് സിക്കിമിലെ ലോക്കൽ ആൽക്കഹോൾ എന്നറിയപ്പെടുന്ന തോങ്ബ. സംഭവം ഇതൊരു മില്ലറ്റ് ബേസ്ഡ് ആൽക്കഹോൾ ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഈ കാണുന്നത് മുഴുവൻ റാഗിയാണ്. ഇതിലേക്ക് അവർ തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 1 to 2 minutes കഴിയുമ്പം കുടിച്ചോളാൻ പറഞ്ഞു. മാവിൻ്റെ മണം. വൈനിൻ്റെ ഒക്കെ ടേസ്റ്റ് അല്ലേ? ഇത് ആലുജീര പോലെയുണ്ട്. നല്ല രസം. ഇവർ ഇത്രയും ചെടികളൊക്കെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നല്ലേ. ഒരു ഫൗണ്ടനൊക്കെ വെച്ചിട്ടുണ്ട്. ഫുള്ള് എവിടെ നോക്കിയാലും നമുക്ക് ചെടികൾ കാണാം. അങ്ങനെ കുറേ നേരം MG മാർഗിൽ കൂടെ വെറുതെ തിരിഞ്ഞ് നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോം സ്റ്റേയിലെത്തി. 9:30 കഴിഞ്ഞു. നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഡേ 1 ഇൻ സിക്കിം. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. ഇനിയും വീഡിയോസ് ആയിട്ട് കാണാം. നെക്സ്റ്റ് പാർട്ടായിട്ട് കാണുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.